അനുഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടും എന്തോ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ ഇത്തവണ UDFിനെ അധികാരത്തിൽ കയറ്റിയത്. എന്നാൽ കുറഞ്ഞ ദിവസത്തെ ഭരണം കൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ മടുപ്പിച്ച ഒരു സർക്കാരായി ഇത് മാറിക്കഴിഞ്ഞു. ഏത് മേഖലയിലും ഏത് വകുപ്പിലും പരാജയത്തിൻ്റെ കഥകൾ മാത്രമാണ് നാം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും ദയനീയമായ അവസ്ഥയിലുള്ളത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പാണ്. ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന് തരിപ്പണമായി. ആരോഗ്യവകുപ്പ് അക്ഷരാർത്ഥത്തിന് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന ഒരു വാദം വേറെ. ഈ ഭരണപരാജയം മറച്ചുവെക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ കണ്ടെത്തിയ ഒരു കുറുക്കു വഴിയായിരുന്നു DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിനെതിരെയുള്ള വിലക്ക്. വർഷങ്ങളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ലക്ഷക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയമായിരുന്ന DYFIയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തലാക്കാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. വാഹനം ആശുപത്രി വളപ്പിൽ കയറ്റാൻ പാടില്ല, കൊടികെട്ടിയ വാഹനം കണ്ടാൽ തടയണമെന്നൊക്കെയായിരുന്നു കർശന നിർദ്ദേശം. ഒറ്റ നോട്ടത്തിൽ ഇത് കേവലം ആശുപത്രികളുടെ നിയമം പാലിക്കാനുള്ള ഒരു നടപടിയായി തോന്നാം. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു ഗൂഢാലോചനയുണ്ട്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയുടെയും പ്രതികാരത്തിൻ്റെയും കഥയുണ്ട്. കെ മുരളീധരന് DYFIയോടുള്ള വിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദശാബ്ദങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവായ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയതാണത്. അന്ന് കരുണാകരൻ്റെ ഭരണത്തിനെതിരെ തെരുവുകളിൽ തീപ്പന്തമായി മാറിയത് DYFI ആയിരുന്നു. ഈ കൂത്തുപറമ്പ് വെടിവെപ്പും അതിനെ തുടർന്നുണ്ടായ ചോര ചിന്തിയ സമരങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മായാത്ത മുറിവുകളാണ്. ഈ കാലഘട്ടം മുതൽ തന്നെ CPMനെയും പ്രത്യേകിച്ച് DYFIയെയും രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നത് മുരളീധരൻ്റെ എക്കാലത്തെയും വലിയ മോഹമായിരുന്നു. കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയ കാലം മുതലേ അദ്ദേഹം അതിലുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി അധികാരത്തിൽ വന്നപ്പോൾ ആ പഴയ പക തീർക്കാൻ അദ്ദേഹത്തിന് പുതിയൊരു കൂട്ടുകാരനെ കൂടി ലഭിച്ചു. CPM വിട്ട് വിരുദ്ധ ചേരിക്കൊപ്പം ചേർന്ന സാക്ഷാൽ G. സുധാകരൻ. സ്വന്തം പാർട്ടിയോട് പിണങ്ങി പുറത്തു വന്ന സുധാകരന് CPMനോടുള്ള വിരോധം അതിരുകളില്ലാത്തതാണ്. CPMനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന സുധാകരൻ്റെയും പഴയ പക മനസ്സിൽ സൂക്ഷിക്കുന്ന മുരളീധരൻ്റെയും താൽപ്പര്യങ്ങൾ ഇവിടെ ഒന്നിച്ചു. ഇരുവരും ചേർന്ന് DYFIക്ക് പണി കൊടുക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അവരുടെ ഏറ്റവും ജനകീയ പദ്ധതിയായ പൊതിച്ചോറ് വിതരണത്തിൽ തന്നെ ആദ്യം കൈവയ്ക്കാൻ അവർ തീരുമാനിച്ചു. വളരെ ബുദ്ധിപൂർവ്വമാണ് മുരളീധരനും സംഘവും ഈ കെണി ഒരുക്കിയത്. DYFI പൊതിച്ചോറ് കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ അവരുടെ കൊടി കെട്ടാറുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് ആശുപത്രികളിൽ രാഷ്ട്രീയവൽക്കരണം അനുവദിക്കില്ല എന്ന പേരിൽ വിതരണം തടയാനായിരുന്നു പദ്ധതി. ഇതിനു പിന്നിൽ അവർക്ക് വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. ഒന്നാമതായി, DYFI ആയതുകൊണ്ട് തന്നെ എന്ത് വിലക്ക് വന്നാലും അവർ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറ് നിർത്താൻ തയ്യാറാവില്ല എന്നൊരു ധൈര്യം മുരളീധരനുണ്ടായിരുന്നു. അങ്ങനെ വിലക്ക് ലംഘിച്ചവർ ഭക്ഷണം കൊണ്ടുവന്നാൽ പോലീസിനെ ഉപയോഗിച്ച് അവരെ തടയാം. ആശുപത്രിയിൽ സംഘർഷമുണ്ടാക്കി എന്ന് വരുത്തി തീർത്ത് DYFIയെ ഗുണ്ടകളായി ചിത്രീകരിക്കാം. ഇനി അഥവാ വിലക്ക് ഭയന്ന് DYFI പൊതിച്ചോറ് വിതരണം നിർത്തിയാലോ? അപ്പോൾ കണ്ടോ, കൊടി വയ്ക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പാവങ്ങൾക്ക് അന്നം കൊടുക്കില്ല എന്ന് പറയുന്നവരാണ് DYFI എന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം അഴിച്ചുവിടാം. അതായത് DYFI ഭക്ഷണം കൊടുത്താലും ഇല്ലെങ്കിലും അവരെ രാഷ്ട്രീയമായി തകർക്കാമെന്നതായിരുന്നു ആ ബുദ്ധി കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടിയത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് അവർക്ക് വലിയ അബദ്ധം പിടഞ്ഞത്. മന്ത്രിയുടെ വിലക്ക് വാർത്തയായതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു. മുരളീധരനും സുധാകരനും പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിരുന്നു കാര്യങ്ങൾ. സാധാരണക്കാരായ ജനങ്ങൾ ഒറ്റക്കെട്ടായി DYFIക്ക് അനുകൂലമായി സംസാരിക്കാൻ തുടങ്ങി. കാരണം വിശപ്പിന് രാഷ്ട്രീയമില്ല എന്ന് അവർക്കറിയാമായിരുന്നു. മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ അയാൾ ആദ്യം അന്വേഷിക്കുന്നത് ഭക്ഷണമാണ്, അല്ലാതെ ആ ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയമല്ലല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ DYFI എന്ന സംഘടന നടത്തുന്ന ഈ പരിപാടി സാമൂഹിക ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായാണ് കേരളം കണ്ടത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് സ്വയം മുന്നോട്ട് വന്ന് ഒരു പൊതിച്ചോറ് വീതം അധികം നൽകി അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു മാതൃകാ സമൂഹത്തിലെ പങ്കിടൽ സംസ്കാരത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. മറ്റൊരാളുടെ വിശപ്പടക്കാൻ ഞങ്ങളും കൂടി ഒന്നിച്ചു നിൽക്കാമെന്ന മാനവികതയുടെ പ്രഖ്യാപനമാണത്. ആ വലിയ നന്മയെയാണ് മുരളീധരൻ തൻ്റെ രാഷ്ട്രീയ പകപോക്കലിനായി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. പൊതുസമൂഹത്തിൽ നിന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. സമൂഹ മാധ്യമങ്ങളിലേറെ പരിചിതനായ അരുൺ സോൾ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ ഈ പ്രതിഷേധത്തിന് നേർചിത്രമായിരുന്നു.
സർക്കാർ പദ്ധതികളുടെ ഫ്ലെക്സുകളിലും ഉദ്ഘാടന ഫലകങ്ങളിലും മന്ത്രിമാരുടെ മുഖവും പേരും വയ്ക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നായിരുന്നു അരുൺ ചോദിച്ചത്. അതൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിലാണ് നടക്കുന്നത്. ഒരു യുവജന സംഘടന ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ അവരൊരു കൊടി വയ്ക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ കൊടി പാർട്ടിയെ മാർക്കറ്റ് ചെയ്യാനല്ല, ഓരോ പ്രവർത്തകൻ്റെയും അധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതിഫലനമാണ്. നല്ല കരുതലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കരുത്. ഇങ്ങനെയായിരുന്നു അരുൺ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ തീരുമാനത്തിൻ്റെ പ്രതിഫലനം അവിടെ കൊണ്ടു തീർന്നില്ല. ആശുപത്രികൾക്ക് മുന്നിൽ വിശന്നിരിക്കുന്ന സാധാരണക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. റിപ്പോർട്ടർ ടിവിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു സാധാരണക്കാരൻ പറഞ്ഞതിങ്ങനെയാണ്: മന്ത്രിയുടെ പ്രസ്താവന തീരെ അന്തമില്ലാത്തതാണ്. ഒരു നേരത്തെ ആഹാരമില്ലാതെ ഒരുപാട് പേർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ഭക്ഷണം വലിയൊരു ആശ്വാസമാണ്. മറ്റൊരു സ്ത്രീ ചോദിച്ചത്, ഇത്രയും ജനങ്ങൾ ഈ പൊതിച്ചോറാണ് വാങ്ങി തിന്നുന്നത്, അത് നിർത്താൻ പാടില്ല, അത്രയും വയ്യാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നാണ്. തങ്ങൾ എന്താണോ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്, ആ ഭരണപരാജയം തന്നെ ജനങ്ങൾ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായതോടെ മന്ത്രിയുടെ ക്യാമ്പിൽ പരിഭ്രാന്തിയായി. ഡിവൈഎഫ്ഐ ശരിക്കും പൊതിച്ചോറ് നിർത്തലാക്കിയാലോ എന്ന ആശങ്ക അവരെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചാൽ ആശുപത്രികൾക്ക് മുന്നിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയും. ആ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് പൊതിച്ചോറ് വിതരണം തുടങ്ങാമെന്ന് ചിലർ ഉപദേശിച്ചു. എന്നാൽ അവിടെയാണ് യാഥാർത്ഥ്യം അവരെ തുറിച്ചു നോക്കിയത്. ഡിവൈഎഫ്ഐ പോലെയുള്ള ഒരു സംഘടന ഒരു ദിവസം പോലും ഒഴിവില്ലാതെ മഴയെന്നോ വെയിലെന്നോ നോക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് തലകുത്ത് നിന്നാൽ പോലും അതിനൊപ്പം എത്താൻ കഴിയില്ല എന്ന് ഈ നേതാക്കന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരാശുപത്രിയിൽ ഒരു ദിവസം പോലും കൃത്യമായി ഭക്ഷണം എത്തിക്കാനുള്ള സംഘടനാ സംവിധാനമോ ജനകീയ അടിത്തറയോ അവർക്കില്ല. ഡിവൈഎഫ്ഐക്ക് പകരം വയ്ക്കാൻ മറ്റൊരു സംവിധാനമില്ല എന്ന സത്യം മുരളീധരനെ ശരിക്കും ഭയപ്പെടുത്തി. ജനങ്ങൾ ഇളകുമെന്നുള്ള കാര്യം അവർക്കുറപ്പായി. പക്ഷേ താൻ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാൽ അത് വലിയ നാണക്കേടാകുമല്ലോ എന്നോർത്ത് മുരളീധരൻ തൻ്റെ പിടിവാശിയിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഡിവൈഎഫ്ഐക്കെതിരെ രാഷ്ട്രീയവൽക്കരണം ആരോപിച്ച് വാളോങ്ങിയ മുരളീധരൻ്റെ മുഖത്തേക്ക് ഡിവൈഎഫ്ഐയും CPM-ഉം വലിച്ചെറിഞ്ഞത് രണ്ട് വലിയ ബോംബുകളാണ്. അതിലൊന്നാമത്തത് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു. ആശുപത്രി വളപ്പിൽ രാഷ്ട്രീയക്കാരുടെയോ വ്യക്തികളുടെയോ പേരും പടവുമുള്ള ഫ്ലെക്സുകൾ പാടില്ല എന്നായിരുന്നല്ലോ മന്ത്രിയുടെ നിയമം. എന്നാൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 15 വർഷമായി ഉച്ചഭക്ഷണം നൽകുന്നത് സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആശുപത്രിയുടെ പ്രധാന ഭാഗത്ത് ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ നോക്കിച്ചിരിക്കുന്ന മുരളീധരൻ്റെ സ്വന്തം പിതാവ് കെ കരുണാകരൻ്റെ വലിയൊരു ഫ്ലെക്സ് ബോർഡ് അവിടെയുണ്ട്. ഡിവൈഎഫ്ഐയുടെ കൊടിയെ എതിർക്കുന്ന മന്ത്രിയുടെ പുതിയ നിയമം വന്നാൽ ആദ്യം എടുത്തു മാറ്റേണ്ടി വരുന്നത് സ്വന്തം പിതാവിൻ്റെ ഈ ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് ആയിരിക്കുമെന്ന സത്യം പൊതുസമൂഹം വിളിച്ചു പറഞ്ഞു. മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിപ്പോയി. രണ്ടാമത്തെ അടി അതിലും ശക്തമായിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി വലിയ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ആ സർക്കാർ പദ്ധതിയുടെ പോസ്റ്ററുകളിലും KSRTC ബസ്സുകളുടെ വശങ്ങളിലും വലിയ അക്ഷരത്തിൽ പതിപ്പിച്ചിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരും ചിത്രവുമാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർക്കാർ പദ്ധതിയിൽ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വയ്ക്കുന്നത് രാഷ്ട്രീയവൽക്കരണമല്ലേ എന്ന് ഡിവൈഎഫ്ഐ പരസ്യമായി ചോദിച്ചു. ഡിവൈഎഫ്ഐയുടെ കൊടിയെ വിമർശിക്കുന്ന മുരളീധരൻ ആദ്യം KSRTC ബസ്സുകളിലെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം എടുത്തുമാറ്റാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കേരളം ഏറ്റെടുത്തു. സ്വന്തം പിതാവ് കെ കരുണാകരനും തങ്ങളുടെ പാർട്ടിയുടെ എക്കാലത്തെയും വലിയ നേതാവ് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ മുരളീധരൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. താൻ വെച്ച കെണിയിൽ താൻ തന്നെ വീണുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കോട്ടയം ആശുപത്രിയിലെ കരുണാകരൻ്റെ ഫ്ലെക്സും KSRTCയിലെ ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും ദേശീയ തലത്തിൽ തന്നെ വാർത്തയായി മാറി. സംഭവം വലിയ വിവാദമായതോടെ ഡൽഹിയിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണർന്നു. ഉടൻ തന്നെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ആ ഫോൺ കോൾ എത്തി. മുരളീധരനെ നേരിട്ട് വിളിച്ച ഹൈക്കമാൻഡ് നേതൃത്വം വളരെ കർശനമായ ഭാഷയിലാണ് സംസാരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ ഒരു പ്രാദേശിക പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് പൊതിച്ചോറ് പോലൊരു വിഷയത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വലിച്ചിഴയ്ക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് ഡൽഹി നേതൃത്വം വ്യക്തമാക്കുകയായിരുന്നു എന്നാണ് വിവരം. ഉടൻ തന്നെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾ ഉണ്ടാകരുതെന്നും അവർ കർശന നിർദ്ദേശം നൽകി. സ്വന്തം പിതാവായ കരുണാകരൻ്റെ പേരും ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും ഈ വിവാദത്തിൽ നാറുമെന്ന് ഉറപ്പായതോടെ മുരളീധരൻ്റെ സകല ധാർഷ്ട്യവും അവസാനിച്ചു. ഡിവൈഎഫ്ഐയെ ആക്രമിക്കുന്നതിലൂടെ CPM-ന് പണി കൊടുക്കാമെന്ന മുരളീധരൻ്റെയും സുധാകരൻ്റെയും മോഹം അവിടെ തകർന്ന് തരിപ്പണമായി.
ഡൽഹിയിൽ നിന്നും ശാസനം ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം ജൂലൈ 19 കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കിയ വാർത്താക്കുറിപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ മലക്കം മറിച്ചിലുകളിൽ ഒന്നായിരുന്നു. അതുവരെ ഡിവൈഎഫ്ഐയുടെ കൊടിയെയും രാഷ്ട്രീയത്തെയും വിമർശിച്ചിരുന്ന മന്ത്രി പെട്ടെന്ന് നിലപാട് മാറ്റി. ഞാൻ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിനെതിരല്ല, ആഹാരത്തിന് രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. താൻ അന്ന് അങ്ങനെ പറഞ്ഞത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണെന്നും അവിടെ ചില സംഘടനകൾ സ്ഥലം കയ്യേറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് അദ്ദേഹം തടിയൂരാൻ ശ്രമിച്ചു. വിശക്കുന്നവർക്ക് ആഹാരം കിട്ടണമെന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും അത് ആര് കൊടുക്കുന്നു എന്നത് വിഷയമല്ലെന്നും മന്ത്രിക്ക് പറയേണ്ടി വന്നു. താൻ പറഞ്ഞത് പൊതുവായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തൻ്റെ മുൻ നിലപാടിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും പിന്നോട്ട് പോയി. സ്വന്തം മുഖം രക്ഷിക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമെന്നൊരു പ്രഖ്യാപനം കൂടി നടത്തി അദ്ദേഹം ഈ വിവാദത്തിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുകയായിരുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനുള്ള എല്ലാ നിയമാനുസൃത ശ്രമങ്ങൾക്കും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ്. അതിനുപകരം രാഷ്ട്രീയ പകപോക്കലിനായി ഒരു കാര്യവുമില്ലാതെ പാവങ്ങളുടെ അന്നം മുടക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് കെ മുരളീധരനും കൂട്ടർക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിശപ്പിനെ നേരിടാനുള്ള പോരാട്ടത്തിൽ വിജയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, വിജയിക്കേണ്ടത് മനുഷ്യസ്നേഹമാണ്. കാരണം വിശപ്പൊരു ആശയ പ്രശ്നമല്ല, അത് ജീവൻ്റെ പ്രശ്നമാണ്. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ പാവപ്പെട്ടവരുടെ പൊതിച്ചോറിൽ മണ്ണുവാരിയിടാൻ ശ്രമിച്ചവർക്ക് സ്വന്തം നേതാക്കളുടെ ചിത്രങ്ങൾ തന്നെ തിരിച്ചടിയായി മാറിയത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോഴും നാളത്തെ പ്രഭാതത്തിലും കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ നിന്നും ആ പൊതിച്ചോറുകൾ തയ്യാറാകും. അത് വിശക്കുന്നവൻ്റെ മുന്നിലേക്ക് ഡിവൈഎഫ്ഐ എന്ന സംഘടന യാതൊരു മുടക്കവുമില്ലാതെ എത്തിക്കുകയും ചെയ്യും. കാരണം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ തടയാൻ ഒരു അധികാരത്തിനും കഴിയില്ല.